Hello everyone. On the previous two class, we started to discuss the new chapter sound. അല്ലേ? രണ്ട് ക്ലാസ്സിലായിട്ട് നമ്മൾ സൗണ്ടിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചെന്താ സൗണ്ട് എങ്ങനെയാണ് ട്രാവൽ ചെയ്തിട്ട് പോകുന്നത്, എങ്ങനെയാണ് നമുക്കൊരു സൗണ്ട് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പൊ സൗണ്ട് നമ്മുടെ എക്സ്റ്റേണൽ ഇയറിലൂടെ എന്ത് ചെയ്തു, ഉള്ളിലേക്ക് പോയി ഇയർ ഡ്രമിനെ വൈബ്രേറ്റ് ചെയ്തു. ആ വൈബ്രേഷൻ എവിടേക്ക് പോയി, ഇന്നർ ഇയറിലേക്ക് പോയി. ഇന്നർ ഇയറിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് എന്തുണ്ടായി, ഒരു സിഗ്നൽ ഫോം ചെയ്തു. ആ സിഗ്നൽ ആണ് എവിടേക്ക് എത്തുന്നത്, ബ്രെയിനിലേക്ക് എത്തുന്നത്. അപ്പൊ ബ്രെയിൻ ആണ് നമുക്ക് നമ്മൾ കേട്ട സൗണ്ട് എന്താണെന്നൊക്കെ ആ ഒരു സിഗ്നലിൽ നിന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ലാസ്റ്റ് ഫ്യൂ ടോപ്പിക്സ് ഓഫ് ദാറ്റ് ചാപ്റ്റർ. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ്, ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദി വൈബ്രേഷൻ. അപ്പോ ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. We have learned that the to and fro motion of an object is known as a vibration. ആ ഒരു വൈബ്രേഷൻ എന്താണ് ഉണ്ടാവില്ല, എങ്ങനെ ഇളകുന്ന ആ ഒരു to and fro motion എന്നാണ് അതിന് പറയാ. അതിനെയാണ് വൈബ്രേഷൻ എന്ന് പറയാ. This motion is called as oscillatory motion. ഈ മോഷന് നമ്മൾ പറയുന്ന പേരാണ് ഓക്സിലേറ്ററി മോഷൻ. ഓക്കെ, ഇത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെറിയ ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. The number of oscillation per second എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി. അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കുക. The number of oscillation per second, ഒരു സെക്കൻഡിൽ എത്ര ഓക്സിലേഷൻ ഉണ്ടാവുന്നു, എത്രമാത്രം വൈബ്രേഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് frequency of an oscillation. Frequency is expressed in hertz. Frequency എന്തിലാണ് എക്സ്പ്രസ് ചെയ്യുക, hertz. It is a symbol, the symbol is Hz. Okay, a frequency of 1 Hz is 1 oscillation per second. If an object oscillates 20 times ആണെങ്കിൽ അപ്പൊ frequency എത്രയായിരിക്കും, നിങ്ങൾക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നല്ലോ അല്ലേ. You can recognize many familiar sound without seeing the object produced. How it is possible? The sound must be different to enable you to recognize them. How have you ever throughout the factor make them different? ഓരോന്നിലും ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് സൗണ്ട്സ് ആണ് കിട്ടാറുള്ളത്. അതെന്തുകൊണ്ടാണ്, അതെന്തുകൊണ്ടാ വെച്ചാൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഡിഫറെന്റ് ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഗിറ്റാർ എടുത്ത് ഓരോ സ്ട്രിങ്ങിൽ അടിക്കുന്ന സമയത്തും ഡിഫറെന്റ് സൗണ്ട്സ് ആണ് കിട്ടുന്നത് അല്ലേ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി ആർ ടു ഡിഫറെന്റ് പ്രോപ്പർട്ടി ഓഫ് എനി സൗണ്ട്. ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും ആണ് സൗണ്ടിനെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് കേൾക്കുന്നതിന് വേണ്ടിയിട്ട്, ഡിഫറെന്റ് ആയിട്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും. Can you differentiate the sound on the basis of amplitude and frequency? ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി വെച്ച് നിങ്ങൾക്ക് സൗണ്ടിനെ രണ്ട് ഡിഫറെന്റ് ആയിട്ട് പറയാൻ പറ്റും. എന്നാൽ ഒരുപാട് കീന്നുള്ള സൗണ്ട് നമ്മൾ പറയാം ഭയങ്കര ഫ്രീക്വൻസിയാണ്, അങ്ങേ അറ്റത്ത് വരെ കേൾക്കുന്നുണ്ട് എന്ന് പറയും അല്ലേ. അപ്പൊ അങ്ങനെ ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത ടോപ്പിക് എന്താ, ലൗഡ്നെസ് ആൻഡ് പിച്ച്. ലൗഡ്നെസ് പിച്ചും എന്താണെന്നാണ് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ടേക്ക് എ മെറ്റാലിക് ടംബ്ലർ ആൻഡ് എ ടേബിൾ സ്പൂൺ. സ്ട്രൈക്ക് ദ ടേബിൾ സ്പൂൺ ജെന്റ്ലി ഓൺ ദ ബ്രിം ഓഫ് ദി ടംബ്ലർ. ഒരു ടംബ്ലറിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുക. അപ്പൊ അത് വൈബ്രേറ്റ് ചെയ്യും. Here the sound produced new bang the spoon of the tumbler. Here the sound produced again. Is the sound louder than the tumbler is striked harder? നന്നായി അടിക്കുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ടും പതുക്കെ അടിക്കുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ടും തമ്മിൽ ഡിഫറെന്റ് ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. Okay, now suspend a small thermocol ball touching the rim of the tumbler. Vibrate the tumbler by striking it. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അതിൽ ഒന്നും കൂടെ സ്ട്രൈക്ക് ചെയ്യുക. അതേ സമയത്ത് ആ ചിത്രത്തിൽ കാണിച്ച പോലെ ഒരു തെർമോകോൾ ബോൾ അതിന്റെ മേലെ വെച്ചെടുക്കുക. അപ്പൊ അത് വൈബ്രേറ്റ് ചെയ്യും അല്ലെ. വൈബ്രേറ്റ് ദ ടംബ്ലർ ബൈ സ്ട്രൈക്കിംഗ് ഇറ്റ്. See how far the ball is displaced. The displacement of the ball is measure of the amplitude of the vibration of the tumbler. ആ ടെംബ്ലർ എത്രമാത്രം വൈബ്രേറ്റ് ചെയ്തു അതിനനുസരിച്ചായിരിക്കും ഈ എന്താണ് നമ്മളെ തെർമോകോൾ ബോൾ അവിടെ വൈബ്രേറ്റ് ചെയ്തിരിക്കുക. അതിന്റെ അർത്ഥം എന്താ, നമ്മൾ അടിക്കുന്ന സമയത്ത് എത്ര ശക്തിയോടെ കൂടിയാണ് അടിച്ചത് ആ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് അത്രയും മാത്രം എന്ത് ചെയ്യും, അത് വൈബ്രേറ്റ് ചെയ്യും. Now strike the tumbler gently, then light harder. ഒന്ന് പതുക്കെ അടിച്ചു നോക്കുക, ഹാർഡ് ചെയ്തിട്ടും അടിച്ചു നോക്കുക. Compare the amplitude of the vibration of the tumbler. രണ്ടിന്റെ സമയത്തും എത്രമാത്രം വൈബ്രേഷൻ അവിടെ നടന്നു എന്ന് നിങ്ങൾക്ക് നോക്കാം. Loudness of sound is the proportional of the square of the amplitude of the vibration produced by the sound.
എത്രമാത്രം ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ഉണ്ടായിട്ടുണ്ട് അതാണ് ആ ലൗഡ്നെസ് എന്ന് പ്രൊപ്പോർഷനാലിറ്റി. ആ സൗണ്ടിന് ഉണ്ടായ വോയിസിന്റെ അതേതായിരിക്കും ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് എന്തായിരിക്കും ആ ലൗഡ്നെസ് കൂടിയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ആംപ്ലിറ്റ്യൂഡ് ബിക്കം ട്വൈസ് ദ ലൗഡ്നെസ് ഇൻക്രീസസ് ബൈ ദ ഫാക്ടർ ഓഫ് 4. ആംപ്ലിറ്റ്യൂഡ് 2 കൂടിയാൽ ലൗഡ്നെസ് എത്ര കൂടും? 4 times ആയിട്ട് കൂടും. The loudness is expressed in the unit called decibel. Okay, the following table gives some data of loudness of sound carrying from the various sources. Normal breathing ne namukku sadharana 20 decibel aite sound ullu. Soft whisper at 5 mm lu parayumbo endana പതുക്കെ പറയുമ്പോൾ 30 ഡെസിബിൾ സൗണ്ട് ആണ്. നോർമൽ കോൺവെർസേഷൻ ഉണ്ടാവുന്ന സമയത്ത് 60 ഡെസിബിൾ വോയിസ് ആണ് നമുക്ക് വരുന്നത്. ബിസി ട്രാഫിക്, നല്ല തിരക്കുള്ള ട്രാഫിക്കിൽ 70 ഡെസിബിൾ വോയിസ് ഉണ്ട്. ആവറേജ് ഫാക്ടറി, അതായത് സാധാരണ രീതിയിലുള്ള ആവറേജ് ഫാക്ടറീസ് എന്നൊക്കെ വരുന്നത് 80 ഡെസിബിൾ സൗണ്ട് ആണ്. അതിലും കൂടുതൽ സൗണ്ട് വന്നാൽ നമുക്ക് ചെവി വേദന ആകും. ഓക്കെ, ചെവിയിലൊക്കെ പെട്ടെന്ന് വന്ന് കൂക്കുന്ന സമയത്തൊക്കെ വേദന വരില്ല. അതിന്റെ അർത്ഥം എന്താണ്? 80 ഡെസിബിളിന് മേലെയാണ് ആ സൗണ്ട് ഉണ്ടായതെന്ന് അർത്ഥം. The loudness of sound depends on its amplitude, and amplitude ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ പഠിച്ചു. When the amplitude of the vibration is large, the sound produces is loud. Amplitude കൂടുമ്പോ എന്താവും? സൗണ്ട് അതിന്റെ കൂടും അല്ലെ. When the amplitude is small, the sound produced is feeble. Amplitude കുറയുമ്പോൾ സൗണ്ട് കുറയുന്നു. The frequency determines the shrillness or pitch of the sound. അതിനകത്ത് ഉണ്ടാകുന്ന ഫ്രീക്വൻസി ഇല്ലേ, അതാണ് അതിന്റെ പിച്ചും ഷ്രിൽനെസ് ഒക്കെ കൂട്ടുന്നത്. If the frequency of the vibration is higher, we say the sound is shrill, has a higher pitch. Vibration കുറച്ച് കൂടിക്കഴിഞ്ഞാൽ, ഫ്രീക്വൻസി ഓഫ് ദ വൈബ്രേഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം എന്താ സൗണ്ട് പുറത്തേക്ക് വരും. If the frequency of the vibration is lower, we say the sound is lower pitch. നമ്മൾ പാട്ടൊക്കെ പഠിക്കുമ്പോ നാക്കുമ്പോ എന്താ സൗണ്ട് എന്ന് പറയുമ്പോ എന്താ ആ ഒരു വൈബ്രേഷൻ കൂടുന്നുണ്ട്. വൈബ്രേഷൻ കൂടുമ്പോ സൗണ്ടിന്റെ കൂടുന്നു എന്നാണ്. അപ്പൊ ആ ഡ്രമ്മും വിസിലും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ അത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓക്കെ, എ ലോ പിച്ച്ഡ് സൗണ്ട്, just wait. Okay, we see the sound is lower pitch. For example, a drum vibrates with a low frequency, therefore it produces low pitched sound. On the other hand, the whistle has high frequency, therefore it produces the sound of higher pitch. Okay, frequency കൂടുമ്പോ സൗണ്ടിന്റെ എഫക്റ്റും കൂടും. അതേപോലെ ഒരു ഡ്രം വെച്ച് ഇങ്ങനെ അടിക്കുമ്പോ പതുക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്താ, അതിന്റെ ഫ്രീക്വൻസി കുറവാണ്, അതുകൊണ്ട് ലോ സൗണ്ട് ആയിരിക്കും. പക്ഷെ ഒരു വിസിൽ വെച്ച് ഊതുമ്പോഴോ നല്ല സൗണ്ട് ആയിരിക്കും അല്ലെ. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് സൗണ്ടും കൂടുന്നുണ്ട്. ഇനി ഓഡിബിൾ ആൻഡ് ഇൻഓഡിബിൾ സൗണ്ട് ഉണ്ട്. കേൾക്കാൻ പറ്റുന്നത് കേൾക്കാൻ പറ്റാത്തവ എന്താന്ന് നോക്കാം. In fact, that the sound of the frequency is less than 20 vibration per second, അതായത് 20 ഹെഡ്സെറ്റിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ cannot be detected by the human ear. നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റാത്ത സൗണ്ട് എത്രയാണ്? 20ന്റെ താഴെയാണ്. ഓക്കെ, such sound are called inaudible. അതിനെയാണ് inaudible sound എന്ന് പറയുന്നത്, കേൾക്കാൻ പറ്റാത്ത സൗണ്ട്. On the highest side, the sound of the frequency higher than of 20,000 vibration per second, that is 20 kilohertz നേക്കാളും കൂടി കഴിഞ്ഞാൽ are also not audible to the human ear. അതിനേക്കാൾ കൂടുതലുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. 20,000 വൈബ്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ 20യുടെ താഴെ, വെറും 20യുടെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല. 20 കിലോഹെർട്സിന്റെ താഴെ പോയി കഴിഞ്ഞാൽ, കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ബിഗ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റില്ല? ഏറ്റവും കുറഞ്ഞ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. Thus human hear the range of audible frequency is roughly from 20 to 20,000 hertz എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ മിഡിലുള്ള സൗണ്ടുകൾ മാത്രമേ നമുക്ക് കേൾക്കുവാൻ സാധിക്കുള്ളൂ. നോയ്സ് ആൻഡ് മ്യൂസിക്. ഓക്കെ, നോയ്സ് മ്യൂസിക്കും എന്താണ് നമുക്ക് നോക്കാം. സപ്പോസ് ദ കൺസ്ട്രക്ഷൻ വർക്ക് ഈസ് ഗോയിങ് ഓൺ യുവർ നിയർബർഹുഡ്. എവിടെയെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നൈബർഹുഡിലോ നടക്കുന്നുണ്ട്. ആർ ദ സൗണ്ട് കമ്മിങ് ഫ്രം ദ കൺസ്ട്രക്ഷൻ സൈറ്റ് പ്ലീസിംഗ്? ഡു യു എൻജോയ് ദ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഹോൺ ഓഫ് ബസസ്, trucks? Such unpleasant sounds are called noise.
നോയ്സും മ്യൂസിക്കും തമ്മിൽ എന്താ വ്യത്യാസം? നമുക്ക് ഇഷ്ടപ്പെടാത്ത സൗണ്ടുകൾ അല്ലെ, ബസ്സിന്റെ ഹോണ്, ട്രക്ക്, പിന്നെ നൈബർഹുഡിൽ കൺസ്ട്രക്ഷൻ വർക്ക്, ഇതിനൊക്കെ നമ്മൾ എന്താ പറയാ, നോയ്സ് എന്നാണ് പറയാ. ഇൻ എ ക്ലാസ് റൂം ഇഫ് ദ സ്റ്റുഡന്റ് സ്പീക്ക് ടുഗദർ ദാറ്റ് വിൽ ബി സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഈസ് ബി കോൾഡ്. ക്ലാസ് റൂമിൽ എല്ലാരും കൂടി കലവില സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ടീച്ചർ ചോദിക്കുക എന്തൊരു നോയ്സ് ആണ് ഇവിടെ എന്നല്ലേ ചോദിക്കല് അല്ലേ? അപ്പൊ അതെന്താ, അതൊരു നോയ്സ് ആണ് അല്ലെ, നമുക്ക് ഇഷ്ടപ്പെടാത്ത സൗണ്ട് ആണ് നോയ്സ്. On the other hand, you enjoy sound from the musical instrument are called a musical sound. Musical instruments എന്ന് വരുന്ന സൗണ്ട് ആണ് musical sound. Is one of which pleasing to our other. ഈ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മ്യൂസിക്കൽ സൗണ്ട്സ് ആണ് അല്ലെ. വിനീഷ് മിസ് ക്ലാസ് പാട്ടൊക്കെ പാടുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പൊ മ്യൂസിക്കൽ സൗണ്ട്സ് നമുക്ക് ഇഷ്ടമാണ്. നോയ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടാത്ത സൗണ്ട് ആണ്. സൗണ്ട് ഓഡിബിളും ഇൻഓഡിബിളും, ഓഡിബിൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ അതിന്റെ ആ ഹേർട്സിന്റെ ഇത് പഠിക്കണം കേട്ടോ. എന്താ ഒരു നോയ്സ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാല്? മേജർ കോസസ് ഓഫ് നോയ്സ് പൊല്യൂഷൻസ് ആർ സൗണ്ട് ഓഫ് വെഹിക്കിൾസ് അല്ലെ, വെഹിക്കിൾസിന്റെ സൗണ്ട്, എക്സ്പ്ലോഷൻ ഓഫ് ഇൻക്ലൂഡിംഗ് ബർസ്റ്റിംഗ് ഓഫ് ക്രാക്കേഴ്സ്, മിഷേഴ്സ്, ലൗഡ് സ്പീക്കേഴ്സ്. What source in the home may lead to the noise? The television, the transistor radio, high വോള്യത്തിൽ വെക്കുന്നതൊക്കെ എന്താണ്, പ്രകൃതിക്ക് വരെ ദോഷകരമായി തീരും. അതിനെയാണ് നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. സം കിച്ചൺ അപ്ലയൻസസ്, ഡെസേർട്ട് കൂളേഴ്സ്, എയർ കണ്ടീഷണർ all contribute to noise pollution. ഇതൊക്കെ നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. വാട്ട് ആർ ദ ഹാം ഓഫ് നോയ്സ് പൊല്യൂഷൻ? ഹ്യൂമണ് ഇതെങ്ങനെയാണ് ഹാം ആവുന്നത്? അതായത് നോയ്സ് പൊല്യൂഷൻ സറൗണ്ടിങ് may cause many healthy related problems ഉണ്ടാക്കുന്നത്. ലാക്ക് ഓഫ് സ്ലീപ്പ്, നമുക്ക് സൗണ്ട് കേട്ട് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. ഹൈപ്പർ ടെൻഷൻസ് കൂടും, ആൻസൈറ്റികൾ കൂടും. മെനി മോർ ഹെൽത്ത് ഡിസോർഡർ മേ ബി കോസ്ഡ് ബൈ ദി നോയ്സ് പൊല്യൂഷൻ. ഹൈപ്പർ ടെൻഷൻസ്, ഹൈ പ്രഷർ കൂടും, ആൻസൈറ്റി കൂടും, ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉണ്ടാക്കും, ഉറക്കം ഉണ്ടാവില്ല. ഇതൊക്കെ എന്താ, നോയ്സ് പൊല്യൂഷൻ ഹ്യൂമനെ എഫക്ട് ചെയ്യുന്നുണ്ട്. എ പേഴ്സൺ ഹു ഈസ് എക്സ്പോസ്ഡ് ടു എ loud sound continuously have a temporary or permanent impairment of hearing. എപ്പോഴും വലിയ സൗണ്ട് കേൾക്കുന്ന ആളുടെ ചെവി തന്നെ അടിച്ചു പോയിട്ട് പിന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ട, ഇയറിംഗ് എയ്ഡ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. Measure of limit voice noise pollution. To control noise, we must control the sources of noise അല്ലേ. അത് ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ വോയിസ് നമ്മൾ കുറച്ച് വെച്ചാൽ മാത്രമേ സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. Must be installed in aircraft engine transport. Silencing devices എന്തിൽ യൂസ് ചെയ്യണം? എയർക്രാഫ്റ്റ് എഞ്ചിന്, ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, ഇൻഡസ്ട്രിയൽ മെഷീൻസ്, ഹോം അപ്ലയൻസിലൊക്കെ യൂസ് ചെയ്യണം. All noisy operation must be conducted away from the residential area. Noise producing industry should be set away from the such area. നമ്മളൊക്കെ ആളുകളൊന്നും താമസിക്കുന്ന സ്ഥലത്തൊന്നും നോയ്സ് പ്രൊഡ്യൂസിങ് ഇൻഡസ്ട്രീസ് ഒന്നും വെക്കരുത്. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സൗണ്ട്സ് ഒക്കെ കുറച്ച് വെക്കണം. ഓട്ടോമൊബൈൽ ഹോണൊക്കെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. ടി.വി, മ്യൂസിക് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് കേൾക്കാവുന്ന രീതിയിൽ മാത്രം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അതൊക്കെ tree must be planted along the roads around the building. Cut down of sound reaching the residents, thus reducing the harmful effect of the noise pollution. ട്രീസ് ഒക്കെ നല്ലോണം പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൗണ്ട്സ് ഒക്കെ നമുക്ക് ഒരു രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ഹിയറിംഗ് ഇമ്പയർമെന്റ്. എന്താണ് ഹിയറിംഗ് ഇമ്പയർമെന്റ് പറഞ്ഞാൽ? ടോട്ടൽ ഹിയറിംഗ് ഇമ്പയർമെന്റ് വിച്ച് ഈസ് rare usually from the birth itself. The partial disability of the generally result in the disease, injury or age. Children with impaired hearing need special care. By learning sign language, such can communicate effectively because of the speech dialogue in direct result of hearing in the child. Hearing loss may be defective speech also. The technical devices hearing impaired have been used in the possible of these conditions. അതായത് നോർമൽ ആയിട്ട് ഹിയറിംഗ് ഇമ്പയർമെന്റ് ചെവി കേൾക്കാത്ത ആൾക്കാരല്ലേ, ഇപ്പൊ ചിലപ്പോൾ ജനിച്ചപ്പോഴേ അവർക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കേൾക്കാത്തത് കൊണ്ട് അവർക്ക് എന്തും സംസാരിക്കാനും പറ്റാതെ ആകും. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇംപ്ലാന്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഹിയറിംഗ് ഇംപ്ലൈമെന്റ് ഒക്കെ ഇമ്പയർഡ് ഒക്കെ ചെയ്ത് ബ്രെയിനിനെയും അതിലൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്ന രീതികളുണ്ട്. ചിലവർക്ക് ചെറിയ വോയിസ് കേൾക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്താൽ മതി, ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു കണ്ടീഷനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. Okay, so read out your textbook very well and study well. If you have any doubt, you can ask me. Thank you.